ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിതാ വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തൊരു സമാധാനമാണെന്നറിയോ, രാവിലെ തന്നെ എഴുന്നേറ്റത് ഇതാ ഇങ്ങനെ മുറ്റത്തിൽ കൂടെ ഉലാത്താൻ വേണ്ടി മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ലോങ് ട്രാവലിംഗ് ആയതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിസ് ചെയ്യും. കാരണം ഞങ്ങൾ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. എനിക്കാണെങ്കിൽ നോക്കിയാലും തീരാത്ത അത്രയും കാര്യങ്ങൾ എൻ്റെ ഗാർഡനിൽ കാണാനുണ്ട്. കാണാനെന്നല്ല, ആക്ച്വലി ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ അമ്മ കാര്യമായിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുക്കും. പക്ഷേ ഈ പ്രൂണിങ്, ഈ കട്ടിങ് അങ്ങനത്തെ ഉള്ള സംഗതികളൊക്കെ പെൻഡിങ്ങിലാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇതേപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ നോക്കുന്ന സമയത്താണെങ്കിലും കുറേ ചെടികൾ നശിച്ചു പോകാറുണ്ട്, കുറേ പിടിച്ചു കിട്ടാറുണ്ട്, കുറേ നല്ലപോലെ വരാറുണ്ട്. ഗാർഡൻ ആവുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് മനസ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഇങ്ങനെ കുരുകുരാന്ന് നമുക്ക് കുഞ്ഞു പയറുണ്ടായി കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി പറിച്ചെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറിച്ചെടുത്താലും കറി വെക്കാനൊന്നും കാര്യമായിട്ട് കിട്ടുന്നുമില്ല. പക്ഷെ ഞാൻ നട്ടു വളർത്തിയതായതുകൊണ്ട് ഇത് ഓരോന്ന് പറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് നുള്ളിപ്പെറുക്കി എല്ലാം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതന അമ്മ അത്യാവശ്യം കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആകെ ചെറിയ 3 എണ്ണം മാത്രമേ പറിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഗാർഡനൊക്കെ ഒന്ന് ചുറ്റി വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു സൈഡിൽ കൂടെ ഗാർഡൻ ക്ലീനിങ്ങും കട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ ആയിട്ട് നടന്നപ്പോൾ അവിടെ ഒരാൾ കാർ വാഷിങ്ങിലായിരുന്നു. കംപ്ലീറ്റ് ടൈം നമ്മൾ ട്രാവലിങ് കാറിൽ തന്നെ ആയതുകൊണ്ട് നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വാഷിങ്, നല്ല സമയമെടുത്ത് കാറൊക്കെ കഴുകി നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ സമയം നല്ല അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ ചേച്ചി സ്കൂളിൽ പോയി, കൊച്ചും ക്ലാസ്സിൽ പോയി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലിയിലേക്കൊക്കെ കടന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളും ഞങ്ങളുടെ ബിസി ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.